ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറുമ്പി. അപ്പോൾ ഇന്നത്തെ പോലെ ഇതാ രാവിലെ ഫ്രഷായിട്ട് വിളക്കൊക്കെ കത്തിച്ചു, അതിനുശേഷം അടുക്കളയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് തന്നെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ ചൂടായപ്പോൾ അരിയൊക്കെ കഴുകിയിട്ടിട്ട് ഞാൻ പുറത്തേക്കൊന്ന് പോയി. അതൊക്കെ കഴിഞ്ഞ് പുറത്തുനിന്ന് അകത്തേക്ക് കയറിയപ്പോഴത്തേക്കും അതൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചു കേട്ടോ. ഇനി അടുത്ത പരിപാടി എന്നുള്ളത് നമുക്ക് എന്താണിന്ന് കറി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഫ്രിഡ്ജ് തുറന്നപ്പോൾ നമുക്ക് പയറുണ്ടായിരുന്നു ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാനിന്ന് പയറുപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ കറി എന്ന് പറഞ്ഞാൽ സാമ്പാർ ഇന്നലെ ഞാൻ വൈകുന്നേരത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നലെ രാത്രി എടുക്കുകയും ചെയ്തു. പിന്നെ രാവിലെ ഉള്ളത് ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് വെച്ചു. എന്നാൽ രാവിലെ ഇനിയിപ്പോൾ നമ്മളിന്ന് ദോശയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് എടുക്കുകയും ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ പയറുപ്പേരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കടുവൊക്കെ പൊട്ടിച്ചിട്ട് അതിലേക്ക് പയറിട്ട് കൊടുക്കുകയാണ്. തോരനും നല്ല ഉപ്പേരി ആയിട്ടാണ്. അപ്പോൾ അതിലേക്ക് പച്ചമുളകും കയറിയിട്ടിട്ട് അങ്ങനെ എണ്ണയിലേക്ക് ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഇനിയിപ്പോൾ കുട്ടികൾക്ക് ഇന്നലെയും സാമ്പാറാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇന്നും സാമ്പാറേ ഇഷ്ടമാവുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ട് ചട്നി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ചട്നി വേണമെന്നുണ്ടെങ്കിൽ അതും കൂട്ടാം, അതല്ല സാമ്പാർ വേണമെന്നുണ്ടെങ്കിൽ സാമ്പാറും കൂട്ടാം. സാമ്പാർ അങ്ങനെ ഒരുപാടൊന്നുമില്ല, കുറച്ച് തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ചട്നി ഉണ്ടാക്കാൻ ഇതാ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തു, കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ കുറച്ച് ഞാൻ ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കറിവേപ്പിൻ്റെ ഇല തീർന്നിട്ടുണ്ട്. ഉണ്ടെങ്കിൽ ഞാൻ നല്ലോണം അങ്ങോട്ട് വാരി വലിച്ചിടും, ഇല്ലെങ്കിൽ പിന്നെ ഇല്ലാത്ത പോലെയാണ്. പിന്നെ തേങ്ങയൊക്കെ അരച്ച് വെച്ച് അങ്ങോട്ട് ഒഴിച്ചിട്ട് അങ്ങനെ ചട്നിയൊക്കെ റെഡി ആയിട്ടുണ്ട്. തേങ്ങയ്ക്ക് എന്താണെന്നറിയില്ല, തേങ്ങ ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പയറുപ്പേരിയും തേങ്ങാ ചട്നി ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് തേങ്ങയും ഉണക്കമുളക് ഉണ്ടല്ലോ, വറ്റൽമുളക് എണ്ണയിൽ വറുത്തിട്ട് അതും കുറച്ച് പുളിയൊക്കെ ഒഴിച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് ചമ്മന്തിയാണ് കേട്ടോ. ഇവിടെ കുട്ടികൾക്കും ഇഷ്ടം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതും അരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാത്രങ്ങളെല്ലാം ഒന്ന് മാറ്റി വെക്കുകയാണ് കേട്ടോ. എനിക്ക് എന്താ പറയുക, നമ്മൾ ഉണ്ടാക്കണം ആ പാത്രം നല്ല അങ്ങോട്ട് മാറ്റി ഒഴിച്ച് വെച്ചെങ്കിൽ മാത്രം ഒരു സമാധാനം. പിന്നെ അതൊക്കെ കണ്ട് കഴുകി വെക്കാമല്ലോ എന്നുള്ളതാണ്. അപ്പോൾ ആ ചമ്മന്തി നല്ല എരിവുള്ള ചമ്മന്തിയാണ് കേട്ടത്. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. അപ്പം നോർക്ക് കൊടുത്തയക്കാൻ പയറുപ്പേരിയും ചമ്മന്തിയും തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി അടുത്തത് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ മാവൊക്കെ. അപ്പോൾ ഞാൻ ഇത്ര എടുക്കണില്ല, കുറച്ചെടുത്തിട്ട് നമുക്കിപ്പോൾ വേണ്ടത് മാത്രം എടുത്തിട്ട് അതിലേക്ക് ഉപ്പിട്ടിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ബാക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് തന്നെ വെച്ചിട്ടോ. അപ്പോൾ ദോശയാണെങ്കിലും ഇഡ്ഡലി ആണെങ്കിലും ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ 2 ദിവസത്തേക്ക് മാവ് അങ്ങനെ ഉണ്ടാക്കി വെക്കും കേട്ടോ. 8 ദിവസത്തേക്ക് നമുക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു മുതലാവാത്ത പുറത്തും. അപ്പോൾ 2 ദിവസത്തേക്ക് ഉണ്ടാക്കാമല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞ സാമ്പാർ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇനി ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ ചിലപ്പോൾ നാളെ ആ ദോശമാവ് ഞാൻ എടുത്ത് വെച്ചില്ല, അതുകൊണ്ട് ചിലപ്പോൾ ഇഡ്ഡലിയാവും ഉണ്ടായിരിക്കുക. അങ്ങനെ ഒരുപാട് ലൂസായിട്ടല്ല ഒരു മാവ് ഇരിക്കണത് കേട്ടോ, കുറച്ചൊരു കട്ടിക്ക് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പറ്റും. അങ്ങനെ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഞാൻ ദോശ ഒരു ഭാഗം മാത്രം വേവിച്ചിട്ട് അങ്ങനെ വെക്കും. ചില സമയത്ത് 2 വശം അങ്ങോട്ട് മറിച്ചിട്ടുണ്ടാക്കും. ചിലപ്പോൾ കുഞ്ഞ് ദോശ ഉണ്ടാക്കും. ചിലപ്പോൾ ഈ ഒരു പാനിൽ അത്രയും എളുപ്പത്തിൽ വലിയ ദോശ ആക്കിയിട്ടൊക്കെ എടുക്കും. അത് ഓരോ സമയത്ത് ഓരോ ഇതിനനുസരിച്ച് അങ്ങനെ ഉണ്ടാക്കിയെടുക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഒരുപാടൊന്നും ഉണ്ടാക്കിയിട്ടില്ല, കുറച്ച് തന്നെയുള്ളൂ. എല്ലാവർക്കും 2 എണ്ണം വീതെടുക്കാൻ കണ്ടിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ദോശയൊക്കെ ഉണ്ടാക്കി തീർന്നപ്പോഴത്തേക്കും നമ്മളെ ചോറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് റേഷൻ കടയിൽ അരി ആയതുകൊണ്ട് അങ്ങനെ ഒരുപാട് വേവൊന്നുമില്ല, എന്നാലും ഈ പ്രാവശ്യം കിട്ടിയ അരി നല്ല അരി തന്നെയാണ് കേട്ടോ. അപ്പോൾ ദോശയൊക്കെ റെഡി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ്. ദോശമാവ് നല്ലതുപോലെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഉഴുന്നും ഒക്കെ ചേർത്തിട്ട് നമ്മൾ ദോശമാവ് കൂട്ടി വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ മക്കളുടെ പാത്രത്തിലേക്ക് ചോറൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കട്ടെ കേട്ടോ. അപ്പോൾ അതും കൂടെ അങ്ങോട്ട് റെഡിയാക്കി അവരെ പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ളത് ചെയ്യാൻ നല്ലൊരു സമാധാനമാണ് കേട്ടോ. അപ്പോൾ ചോറൊക്കെ ആക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ രണ്ടാളും കണ്ടു കഴിഞ്ഞാൽ പറയാം, അത്ര ചോറ് വേണ്ടട്ടമ്മ, കുറച്ച് അങ്ങോട്ട് തന്നെ തട്ടമ്മ, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഇവർ രണ്ടാളും ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ വേഗം ഞാൻ ചോറ് പാത്രത്തിലാക്കുന്നത്, കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അത്ര വേണ്ട. അപ്പോൾ ഞാനൊരു 2 മുളകാണ് പയറുപ്പേരിയിൽ ഇട്ടിട്ടുണ്ടായത്. ആ 2 മുളകും കത്തേൻ്റെ പാത്രത്തിലേക്ക് ചോറാക്കി ഉപ്പേരിയാക്കിയപ്പോൾ അതിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ മുളകൊക്കെ തിരിച്ചിങ്ങോട്ട് തന്നെ എടുത്തു. അല്ലെങ്കിൽ പറയാം, അമ്മ ആക്കി പയറുപ്പേരി മൊത്തം മുളക് ഇരുന്ന് ഇട്ടേന്ന് ചോദിക്കും. അപ്പോൾ ആ മുളക് ഇങ്ങോട്ട് തന്നെ എടുത്തിട്ടു. പിന്നെ അതാ നല്ല ഉരുട്ടിയിട്ട് ഇങ്ങനെ ഓരോ കുഞ്ഞുരുള്ള ചമ്മന്തിയും കൂടെ വെച്ച് കൊടുക്കാൻ കേട്ടോ. ഒന്ന് മാത്രമാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ല. അപ്പോൾ 2 എണ്ണം കൂടി ആകുമ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, ഒന്ന് ഇഷ്ടമില്ലെങ്കിൽ ഒന്ന് ഇഷ്ടം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ കഴിച്ചോളുമല്ലോ. അപ്പോൾ അതൊക്കെ ആയി. ഇനി ഇത് ആവി പോയിട്ടുള്ളൂ, ഞാൻ അടച്ച് വെക്കുക കേട്ടോ. ഒരു 10 മിനിറ്റ് ഒരു 5 മിനിറ്റ് അങ്ങനെ തുറന്നിരിക്കും. പിന്നെ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഫുഡ് ഉണ്ടാക്കുന്നത് മാത്രം കാണിക്കരുത്, കഴിക്കണമൊക്കെ കാണിക്കണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ
കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ 2 ദോശ എടുത്തിട്ടുണ്ട്. എന്തായാലും കുറച്ച് ചട്നി എടുക്കുന്നുണ്ട്, കുറച്ച് നമ്മളെ സാമ്പാറും കൂടെ എടുക്കുന്നുണ്ട്, രണ്ടും എടുക്കുന്നുണ്ട്. ഏതായാലും നമ്മൾ ചട്നി അരച്ചല്ലോ, അപ്പോൾ ഇനി അതും എടുക്കുന്നുണ്ട്. സാമ്പാർ എടുത്തു. അപ്പോൾ ഇനി കഴിക്കട്ടെ കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഫുഡ് ഉണ്ടാക്കിയിട്ട് കാണിച്ചപ്പോൾ ആരോ ഒരാൾ പറഞ്ഞിരുന്നു ഉണ്ടാക്കണ കാണിച്ചാൽ മാത്രം പോലെ കഴിക്കണം കൂടെ കാണിക്കണമെന്ന്. അപ്പോൾ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ എടുക്കണേ. അങ്ങനെ ഒരു ദിവസം കഴിക്കണം കാണിച്ചപ്പോൾ പറഞ്ഞാൽ ഇടത്തേ കൈ കൊണ്ടാണ് ഫുഡ് കഴിക്കണേ. അപ്പോൾ വലത്തേ കൈ തന്നെയാണ് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ക്യാമറ വെച്ചുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് കേട്ടോ. അപ്പോൾ കഴിക്കട്ടെ. ഏകദേശം രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ക്ലീനിങ് ആണ്, കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്തില്ല എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ ഏതായാലും ചായ കുടിച്ചിട്ട് ക്ലീൻ ചെയ്യാൻ നിൽക്കാമെന്ന് വിചാരിച്ചു. സാധാരണ ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടാണ് ചായ കുടിക്കൽ. അപ്പോൾ നിങ്ങളത് കാണിച്ചു തന്നത് പറഞ്ഞുകൊണ്ട് ഞാൻ ചായ കുടിച്ചിട്ട് ബാക്കിയുള്ള പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കട്ടൻ ചായ മസ്റ്റാണ് കേട്ടോ. അത് ഇത്രത്തോളം പൊടി കിട്ടണം. എനിക്ക് ചട്നിയേക്കാൾ എപ്പോഴും ഇഷ്ടം എന്താ പറയുക സാമ്പാറാണ് കേട്ടോ. അപ്പോൾ സാമ്പാർ ഇന്നലെ ഉണ്ടാക്കിയതാണ്. ഇവർക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വിചാരിച്ചിട്ടാണ് ഞാൻ ചട്നിയും കൂടെ ഉണ്ടാക്കിയത്. തേങ്ങയ്ക്ക് എന്തോ ടേസ്റ്റ് വ്യത്യാസമുണ്ട് അല്ലേ? തേങ്ങ നന്നല്ലെങ്കിൽ പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ചട്നിയിൽ അത് ബാധിക്കും. ഇപ്പോൾ ഉണ്ടാക്കിയിട്ടാണ് എന്തോ ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അത്ര ആരെങ്കിലും സാമ്പാർ കൊടുക്കുമ്പോൾ എന്നാലും ചെറുതായിട്ട് ചട്നി അപ്പോൾ ചായ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി കഴിക്കണത് കാണിച്ചു തന്നില്ല എന്ന് പറയരുത് കേട്ടോ. അപ്പോൾ ഞാനിനി ക്ലീൻ ചെയ്യാൻ പോട്ടെ അടുക്കളയൊക്കെ. ഓക്കെ. അപ്പോൾ നമ്മൾ കുക്കിങ്ങും അതുപോലെ തന്നെ ചായ കുടിയും ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു 1.5 ലോഡ് പാത്രങ്ങളുണ്ട് തന്നെ പറയാം. അപ്പോൾ എന്തായാലും ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ വലിയൊരു പണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ പാത്രം കൂടെ അങ്ങോട്ട് കഴുകി കമഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നെന്താ തുടച്ചിടാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ രാവിലെ ചെയ്യുന്ന പണികളൊക്കെ അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ നമ്മൾ പാത്രങ്ങൾ കഴുകി വയ്ക്കുന്ന കാര്യമില്ല. പാത്രം ഇപ്പോൾ എന്തായാലും നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും പാത്രങ്ങളും കഴുകി നമ്മൾ റെഡിയാക്കി വയ്ക്കും. പക്ഷെ അതിനോടൊപ്പം തന്നെ ചിലർ ഈ ഗ്യാസൊക്കെ ഉണ്ടല്ലോ, ഗ്യാസൊക്കെ അങ്ങനെ എന്താ പറയുക ആഴ്ചയിലൊക്കെ തുടച്ച് വൃത്തിയാക്കി കഴുകണവരൊക്കെ ഉണ്ട്.
എനിക്കറിയണേന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗ്യാസൊക്കെ ഒന്ന് പൊക്കുമ്പോൾ ആ സ്റ്റൗവൊക്കെ ഒന്ന് പൊക്കുമ്പോൾ താഴേക്ക് ചിലപ്പോൾ ആ ഒരു വീക്കെൻഡ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ഫുഡിൻ്റെ വേസ്റ്റും ചിലപ്പോൾ അതിന് താഴെ കിടക്കുന്നുണ്ടാവും. അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ നമ്മളെ കിച്ചണിലേക്ക് വന്ന് കയറുമ്പോൾ തന്നെ ഒരു ബാഡ് സ്മെല്ലാവും. അപ്പം നമ്മൾ ഡെയിലി കുക്ക് ചെയ്യുമ്പോൾ ആ സ്റ്റൗവൊക്കെ ഒന്ന് കഴുകുക, അതായത് തുടച്ചിടുക. പിന്നെ അതിൻ്റെ കൂടെ ഒരു ലോഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ വെച്ചൊക്കെ തുടച്ചിടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു എന്താ പറയുക, അടുക്കളയ്ക്ക് വരുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു എനർജിയാവും, നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതല്ലെങ്കിൽ നമ്മൾ ഡെയിലി ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വോൾട്ടൈലിലേക്കൊക്കെ തെറിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും തുടയ്ക്കണവർ തന്നെയാണ്. അധികം ആളുകൾ നമ്മളെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്യുന്ന കാര്യത്തിൽ ഭയങ്കര ശ്രദ്ധിക്കുന്ന ആളുകൾ തന്നെയാണ് ഇപ്പോൾ ഉള്ളവരാണെങ്കിലും പഴയ ആളുകളാണ് എല്ലാവരും. പക്ഷേ ചില ആളുകളൊക്കെ ഇപ്പോഴും എന്താ പറയുക, അവർ ക്ലീൻ ചെയ്യാത്ത, അതായത് കുക്കിംഗ് മാത്രം ചെയ്യുക എന്നുള്ളൊരു ഇതുണ്ട്. ചിലവർ കുക്കിംഗ് മാത്രമാണ് ഈ ഭക്ഷണം കഴിക്കുക, അവർ ക്ലീനിങ്ങിൽ കുറേയൊക്കെയാണ് ആളുകളും ഉണ്ട്. അപ്പോൾ എന്താണ്, നമുക്കൊക്കെ അത് ക്ലീൻ ചെയ്താണ്ട് വൃത്തിയാക്കി ഇട്ടിട്ടില്ലെങ്കിലും ഒരു സമാധാനം കിട്ടൂല അല്ലേ. അതായത് ബാക്കിയുള്ള പണികളൊക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കും, അല്ലെങ്കിൽ ഫുഡ് കഴിച്ചില്ലെങ്കിലും വേണ്ടില്ല, നമ്മുടെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു സമാധാനം ഉണ്ടാവുക. ഞാൻ അങ്ങനെയാണ് കേട്ടോ. ഇനിയിപ്പോൾ നൈറ്റ് ചിലപ്പോൾ എപ്പോഴെങ്കിലൊക്കെ ഉള്ളൂ, വളരെ എന്താ പറയുക അപൂർവമായിട്ട് രാത്രിയൊക്കെ ചിലപ്പോൾ പാത്രം കഴുകാനൊക്കെ ഒരു മടി വരും. കാരണം മക്കളോട് ഫുഡ് കഴിക്കാൻ പറയുന്ന സമയത്ത് കഴിക്കില്ല. പിന്നെ അവർ കഴിച്ചിട്ട് പിന്നെ അവരൊന്നും എന്താ പറയുക പാത്രം കഴുകി വയ്ക്കില്ല, എല്ലാം വലിച്ചു വാരിയിട്ടൊക്കെ പോകും. അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെയാണ് ഞാൻ ചിലപ്പോൾ ഒരു പാത്രം കഴുകാതിരിക്കുക കേട്ടോ നൈറ്റൊക്കെ. അല്ലാത്ത എല്ലാ ദിവസവും രാത്രിയൊക്കെ പാത്രം കഴുകി വെച്ചതുപോലെ സിങ്കും ഈ ടാപ്പൊക്കെ വൃത്തിയായി കഴുകി വെച്ചെങ്കിൽ തന്നെയുള്ളൂ ഒരു സമാധാനം ഉണ്ടാകുക. അതിനോടൊപ്പം തന്നെ ഞാൻ എപ്പോൾ പാത്രം കഴുകിയാലും ആ ഒരു സിങ്ക് എപ്പോഴും ഞാൻ ക്ലീൻ ചെയ്തിടും. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു അടുക്കളയിൽ വയ്ക്കുന്ന ഈ ഒരു ക്ലോത്തും അതും അതിൻ്റെ എന്താ പറയുക തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴും നല്ല ക്ലീൻ ചെയ്ത് അവിടെ അങ്ങോട്ട് വിരിച്ചിടും. അപ്പോൾ അത് ഉണങ്ങുകയും ചെയ്യും, കിച്ചണ് തന്നെ നല്ല ക്ലീൻ ആയിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ എന്നാലും പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടേക്ക് ഒന്ന് തുടച്ചിടണം. പിന്നെ നമ്മുടെ സ്റ്റൗവൊക്കെ തുടച്ച് ക്ലീൻ ചെയ്തിടണം, വൃത്തിയാക്കിയിടണം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരോട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് കേട്ടോ. പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വീഡിയോസൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കൂട്ടാക്കണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മുടെ എന്താ പറയുക വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് കേട്ടോ. അപ്പോൾ ഞാനിനിയിപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ചെറിയല്ലേ, അപ്പോൾ ആ ചിരവിയൊക്കെ ഒന്ന് തുടച്ചിടുകയാണ്. അതുപോലെ തന്നെ മിക്സി ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് അവിടെയുള്ള ആ വോൾട്ടൈൽ നമ്മളൊക്കെ ഒന്ന് തുടയ്ക്കുകയാണ് കേട്ടോ. തേങ്ങേൻ്റെ എന്തെങ്കിലും ചെറുതൊക്കെ ആയിട്ട് തെറിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ ഒന്നും കൂടെ വൃത്തിയായിട്ടിരിക്കുമല്ലോ. അപ്പോൾ അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ അടുത്ത പരിപാടി എന്ന് ചോദിച്ചാൽ ഇന്ന് ഓഫീസിലൊന്ന് പോകാനുണ്ട്. ഇത് നമ്മൾ എടുത്തിട്ടുള്ളത് തിങ്കളാഴ്ചത്തെ വീഡിയോസാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഞായറാഴ്ചത്തെ ചെറിയൊരു വീഡിയോസിൻ്റെ ഭാഗം കൂടെ കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞായറാഴ്ച രാവിലെ ഒരു 6:45 ആയപ്പോഴാണ് ഞാൻ എണീറ്റ് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ എണീറ്റ് വന്നാൽ ആദ്യം വരെ അടുക്കളയിലേക്കാണ്. പക്ഷെ ഇന്ന് അടുക്കളയിലേക്കല്ല, അന്ന് ഞായറാഴ്ചത്തെ കാര്യം കേട്ടോ പറയുന്നത്. ഞാൻ വന്നപ്പോഴത്തേക്കും എണീറ്റ് വന്നപ്പോൾ പുറത്തുനിന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫ്രണ്ടിലത്തെ വാതിലാണ് തുറന്നത് കേട്ടോ. കിച്ചൺ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കൈയൊക്കെ സോപ്പിട്ട് കഴുകാൻ വേണ്ടി വന്നാട്ടോ വാഷ് ബേസിൻ്റെ അവിടെ. അപ്പോൾ അങ്ങനെ ആ ഒരു കാഴ്ച ഇതാണ് കേട്ടോ ഞായറാഴ്ച ഞാൻ എടുത്തിട്ടുള്ള വീഡിയോ. അതിൻ്റെ കൂടെ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഷെയർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അന്ന് നമ്മുടെ വീട് ഈ ഒരു നമ്മൾ താമസിക്കേണ്ട നേരെ മുമ്പിൽ കപ്പ നട്ടിട്ടുണ്ട്. അപ്പോൾ ആ കപ്പ അവർ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വന്നപ്പോൾ ഈ ഒരു കാഴ്ചയാണ് കണ്ടത് കേട്ടോ. അപ്പോൾ അതും കൂടെ വീഡിയോസിൽ ഉൾപ്പെടുത്തിയത് മാത്രം. അപ്പോൾ നമുക്ക് അപ്പുറത്തെ വീട്ടിൽ അതായത് അപ്പുറത്ത് താമസിക്കുന്ന ഒരു ചേച്ചി അവർക്ക് കപ്പ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്ന് അവരിങ്ങനെ ഉണക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞൊക്കെ വെയിലത്തിട്ടിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ തന്നതാണ് കേട്ടോ. ഒരു പാത്രം നിറച്ച് തന്നിട്ടുണ്ട്, വേണ്ടാന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി തന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളെന്ന് പറയുന്നത്. ഈ ഒരു സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.